Hi, നമ്മൾ അതിന്റെ ആദ്യത്തെ പാർട്ടിൽ അമെൻമെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റുമായി ബന്ധപ്പെട്ട് what is Article 368 is saying, like what are the different type of simple majority and special majority, ലൈക്ക് ഏതിനാണ് സ്റ്റേറ്റ്സിന്റെ റാക്ടിഫിക്കേഷൻ വേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കണ്ടു. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഓഫ് മജോറിറ്റി ലൈക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന്റെ സെക്കൻഡ് പാർട്ട് കാണാൻ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബേസിക്കലി പറയുന്നത് ആർട്ടിക്കിൾ 368 വെച്ചിട്ടാണെങ്കിൽ പോലും നമ്മൾ അന്നേരം ഇപ്പോൾ കണ്ട ടൈം ഉണ്ടായിരുന്നു സ്പെഷ്യൽ മെജോറിറ്റി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് ഡിഫറെന്റ് പാർട്ടുകളിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ മെജോറിറ്റിയെ പറ്റി പറയുന്നുണ്ട്. സോ ആ ഒരു ടോപ്പിക്കിന്റെ കൂടെ തന്നെ, അതായത് ആർട്ടിക്കിൾ 368 സ്പെഷ്യൽ മെജോറിറ്റി പഠിക്കുന്ന കൂടെ തന്നെ വേറെ ഏതൊക്കെ പോർഷനിലാണോ സ്പെഷ്യൽ മെജോറിറ്റിയെ പറ്റി പറയുന്നത് അതും കൂടി നമുക്ക് കണ്ടിട്ട് പോകും. ദാറ്റ് വിൽ ബി എ വാട്ട് ഐ ക്യാൻ സേ ഒരു അസിമുലേറ്റഡ് ഓർ കൺക്ലൂഡഡ് സ്റ്റഡി ആയിട്ട് മാറിക്കോളും. അപ്പം അതുകൊണ്ട് നമുക്ക് അതോടെ കാണാം. അപ്പം സ്പെഷ്യൽ മെജോറിറ്റി നമ്മൾ പറഞ്ഞു. സ്പെഷ്യൽ മെജോറിറ്റി ഇവിടെ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 368 അനുസരിച്ച് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 368 അനുസരിച്ച് പറയുന്നിടത്ത് വേറെ ദേ ആർ സ്പീക്കിംഗ് അബൌട്ട് ആർട്ടിക്കിൾ 368. അവിടെ പറയുന്നത് വി ഹാവ് ദ 2/3 ഓഫ് ദി ടോട്ടൽ 2/3 ഓഫ് ദി what was it? We have half of the total strength and 2/3 of the present and voting. 2/3 of the present and voting. എത്ര പേരുണ്ടോ പ്രസന്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് ദ കേസ്. ദെൻ ആ ഒരു പർട്ടിക്കുലർ തിങ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെട്ട കാര്യമാണെങ്കിൽ that should be ratified by the half of the state with a simple majority. That means half of the present and voting. Okay, അത് half of the state ratify ചെയ്യും. അത്രയാണ് നമ്മൾ കണ്ടത്. ദെൻ വേറെ കുറച്ച് ആർട്ടിക്കിളുകൾ കൂടി എന്തിനെ പറ്റി പറയുന്നുണ്ട്, മജോറിറ്റിയെ പറ്റി, സ്പെഷ്യൽ മജോറിറ്റിയെ പറ്റി പറയുന്നുണ്ട്. സ്പെഷ്യൽ മജോറിറ്റിയെ പറ്റി പറയുന്ന മറ്റൊരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 249. ആർട്ടിക്കിൾ 249 എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറയപ്പെടുന്ന ഒരു മാറ്റർ. ഫോർ എക്സാമ്പിൾ ലോ ആൻഡ് ഓർഡർ, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു മാറ്ററാണ് ലോ ആൻഡ് ഓർഡർ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിനകത്ത് പാർലമെന്റ് നിയമം പാസ്സാക്കണമെന്ന് വിചാരിക്കാം. ഇഫ് ദ പാർലമെന്റ് വാണ്ട്സ് ടു പാസ് an law, or a parliament wants to pass an act relating to a matter which is included in the state list. അവിടെ സംഭവിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം. രാജ്യസഭ ഹാസ് ടു പാസ് എ റെസൊല്യൂഷൻ. That resolution has to be passed with the 2/3 of the present and voting. The resolution എങ്ങനെ പാസ് ചെയ്യണം? രാജ്യസഭയിലുള്ള 2/3 അംഗങ്ങൾ, ആ ഒരു ദിവസമുള്ള രാജ്യസഭയിൽ പ്രസന്റ് ആയിരിക്കുന്ന 2/3 വോട്ട് പ്രസന്റ് ആയിരിക്കെ വോട്ട് ചെയ്യുകയും 2/3 അംഗങ്ങൾ ആ റെസൊല്യൂഷനെ പാസ്സാക്കണം. അതുപോലെ തന്നെ ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത്. അങ്ങനെ ഒരു റെസൊല്യൂഷൻ പാസ്സായെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദ പാർലമെന്റ് ക്യാൻ മേക്ക് എനി ലോ ഓൺ എ സബ്ജക്ട് വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. ആർട്ടിക്കിൾ 368 നമ്മൾ കണ്ടിരുന്നു. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 368 പ്ലസ് 50% നമ്മൾ കണ്ടിരുന്നു. ആർട്ടിക്കിൾ 368 ഫോർ എ മാറ്റർ വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്. ആർട്ടിക്കിൾ 368 പ്ലസ് 50% ഈസ് ഫോർ എ മാറ്റർ വിച്ച് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി കോൺകറന്റ് ലിസ്റ്റ്. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് ഈസ് ആർട്ടിക്കിൾ 361. ദാറ്റ് ഈസ് ആർട്ടിക്കിൾ 361 അനുസരിച്ചുള്ള ലൈക്ക് സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത് 2/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത്. 2/3 ഓഫ് ദി പ്രസന്റ് വോട്ടിംഗ് അല്ല, 2/3 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത്. നമ്മൾ അറിഞ്ഞിരിക്കുന്ന രണ്ട് വാക്കുകളുണ്ട്. ദ ടു വേർഡ്സ് ആർ കോൾഡ് അബ്സല്യൂട്ട് മജോറിറ്റി ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഈസ് കോൾഡ് എഫക്റ്റീവ് മജോറിറ്റി. ദ ഫസ്റ്റ് വേർഡ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് മജോറിറ്റി ആൻഡ് ദ സെക്കൻഡ് വേർഡ് ഈസ് കോൾഡ് ദി എഫക്റ്റീവ് മജോറിറ്റി. എന്താണ് അബ്സല്യൂട്ട് മജോറിറ്റി? ഇഫ് 1/2 ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹൗസിൽ 250 പേരുണ്ട്. ആ 250ന്റെ 1/2 125 വോട്ട് കിട്ടി, ആ ബില്ല് പാസ്സാവുന്നു. ദാറ്റ് ഈസ് കോൾഡ് അബ്സല്യൂട്ട് മജോറിറ്റി. ദെൻ വാട്ട് ഈസ് എഫക്റ്റീവ് മജോറിറ്റി? The majority of the 50% of the effective strength of the house. The thing is that, for example, ഒരു particular house, രാജ്യസഭയുടെ കപ്പാസിറ്റി 250 ആണെന്ന് വിചാരിക്കാം. അതിന്റെ കപ്പാസിറ്റി 250, അതിന്റെ അബ്സല്യൂട്ട് മജോറിറ്റി എന്ന് പറയുന്നത് അതിന് നേരെ പകുതി 125 ആയിരിക്കും. കറക്റ്റ്, ഫൈൻ. ബട്ട് ഒരു കാരണത്തിന്റെ എഫക്റ്റീവ് മജോറിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് ഈസ് ഗോയിങ് ടു ബി ദി എഫക്റ്റീവ്
എന്ന് പറയുന്നത്. എഫക്റ്റീവ് മജോറിറ്റി ഇൻ ദ സെൻസ് ഒരു രാജ്യസഭയിൽ 250 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. മരിച്ചു, രാജിവെച്ചു, അങ്ങനെ 10 പേരില്ല. അപ്പൊ എത്രയേ ഉള്ളൂ? 240 അംഗങ്ങളേ ഉള്ളൂ. അതിന്റെ നേരെ പകുതി 120. That is called effective majority. This is the difference between absolute majority and effective majority. That means effective majority we will be getting total strength minus vacancy divided by 2. This absolute majority എന്താണ്? Total strength divided by 2. That is the difference between two types of majority. Is that the procedure for the amendment of the constitution? Constitution amend ചെയ്യാനായിട്ടുള്ള procedure എങ്ങനെയാണ്? So that's also a very important area. Let us see. The first thing is that the amendment can be initiated only by the introduction of a bill for a purpose of either house of the parliament. അതായത് പാർലമെന്റിന് 2 ഹൗസ് ഉണ്ട്. ഇറ്റ് ഈസ് കോൾഡ് ദ ലോക്സഭ, രണ്ടാമത്തെ ഹൗസ് രാജ്യസഭ. ലോക്സഭയിലോ രാജ്യസഭയിലോ ഒരു ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, എന്തും പറഞ്ഞ് we have to amend a part of the constitution. But that bill can be introduced where? The bill can be introduced either on the Lok Sabha or Rajya Sabha. പക്ഷെ നമ്മൾ കണ്ടിരുന്നു സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള ഒരു മാറ്ററുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് ലോ ഉണ്ടാക്കണമെങ്കിൽ ദാറ്റ് റെസൊല്യൂഷൻ ഹാസ് ടു ബി പാസ്ഡ്. ആ റെസൊല്യൂഷൻ എവിടെ പാസ് ആവണം? രാജ്യസഭയിൽ പാസ് ആവണം. Then the bill can be introduced by either by a minister or by a private member. അതായത് ഈ ബിൽ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു മിനിസ്റ്റർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രൈവറ്റ് മെമ്പർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ? ദ തിങ് ഈസ് ദാറ്റ് ഒരു മിനിസ്റ്റർ ആണ് ഒരു ബില്ല് കൊണ്ടുവരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രൂവ്ഡ് ബൈ ദ ക്യാബിനറ്റ് ഓർ ഇറ്റ് ഈസ് ദ ഡിസിഷൻ ഓഫ് ദ ക്യാബിനറ്റ്. ഇപ്പം ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ബില്ല് ഒരു മിനിസ്റ്റർ കൊണ്ടുവന്നു, അത് ക്യാബിനറ്റിന്റെ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ടു. ആ ബില്ല് പാസ്സാവേണ്ടത് ആ ക്യാബിനറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കാരണം അതർവൈസ് ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദെയർ ക്രെഡിബിലിറ്റി. ഒരു പർട്ടിക്കുലർ ഗവൺമെന്റ്, ആ ഗവൺമെന്റിലെ ഒരു മിനിസ്റ്റർ ഒരു ബില്ല് കൊണ്ടുവരുന്നു, ആ ബില്ല് പാസ്സാവാതെ പോകുന്നു, ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദ ക്രെഡിബിലിറ്റി. അതൊരു ലൈക്ക് ഓപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത് അവർക്കൊരു ആയുധമാക്കി എടുക്കാം. സോ അതുകൊണ്ട് രണ്ട് തമ്മിൽ ഡിഫറൻറ്റ്. ഫോർ പ്രൈവറ്റ് മെമ്പർ മേൽ, ഫോർ എക്സാമ്പിൾ എനി മെമ്പർ ഓഫ് ദ പാർലമെന്റ് നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് യൂണിയൻ ഗവൺമെന്റിൽ ഉള്ള ഒരു മിനിസ്റ്റർ കൊണ്ടുവരുന്നു, അമിത്ഷാ ഒരു ബില്ല് അവതരിപ്പിക്കുന്നു, ആ ബില്ല് പാസ്സാവാതെ പോകുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ എറണാകുളം MP ഹൈബിയുടെ ബില്ല് കൊണ്ടുവരുന്നു, ഹൈബിയുടെ കൊണ്ടുവരുന്ന ബില്ല് പാസ്സാകും. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കാരണം അമിത്ഷാ കൊണ്ടുവരുന്ന ബില്ല് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ദ ഗവൺമെന്റ്, ഇറ്റ് ഈസ് റെപ്രസെന്റിംഗ് ദ വിൽ ഓഫ് ദ ഗവൺമെന്റ്, അത് പാസ്സായി പറ്റുള്ളൂ. പക്ഷേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയിലോ ലോക്സഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാം. ആ ബില്ലെന്ന് പറയുന്ന ഒന്നെങ്കിൽ ഒരു മിനിസ്റ്റർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് മെമ്പർക്ക് വേണമെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. That bill has to be passed by the special majority. That is under Article 368. That means the 2/3 of the present and voting plus half of the total strength. For example, നമ്മൾ ലോക്സഭയിൽ 250 സ്ട്രെങ്ത് ആയിട്ട് അസ്യൂം ചെയ്യുവാണെങ്കിൽ ഒരു ദിവസം 240 പേര് സഭയിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, 240 പേരും വോട്ട് ചെയ്തെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് കിട്ടും? 2/3 of the present and voting, 2/3 of the 240. 80, that means 160 വോട്ട് കിട്ടണം. അതുപോലെ എന്താണ് 1/2 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത്. 1/2 ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വരും 250 നേരെ പകുതി 125 വോട്ട്. അപ്പൊ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആയാലേ അത് പാസ്സാവത്തുള്ളൂ. നേരെ പോലെ തന്നെ രാജ്യസഭയിൽ എടുക്കുവാണെങ്കിൽ ഫോർ ദ കാൽക്കുലേഷൻ തിങ്സ് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 540. കാരണം 545 കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. 540 അംഗങ്ങൾ ഉണ്ടായിരുന്നെന്ന് വിചാരിക്കാം. 540 അംഗങ്ങൾക്കകത്ത് 510 പേരെ അന്ന് പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ഉണ്ടായിരുന്നു വിചാരിക്കുക. അപ്പം അതിനകത്ത് എന്താണ് 2/3 ഓഫ് ദി പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. സോ 2/3 into 510 ഇപ്പം എത്ര വരും? 100 പ്ലസ് 70, 170, ദാറ്റ് ഈസ് 170 into 340, 340 വോട്ട് കിട്ടണം. പ്ലസ് ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്ത്, 540യുടെ നേരെ പകുതി, ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 270. രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്, ബില്ല് പാസ്സായി. The thing is that the 2/3 of the present and voting, half of the total membership of the house. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. നമ്മൾ മറ്റേ വീഡിയോയിൽ കണ്ടിരുന്നു, ഒരെണ്ണം ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും, മറ്റേ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. രണ്ട് കണ്ടീഷനും സെപ്പറേറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ബില്ല് സെപ്പറേറ്റ് ആയിട്ട് രാജ്യസഭയിലും ലോക്സഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ലാതെ രാജ്യസഭയിലും ലോക്സഭയും കൂടെ ഒന്നിച്ചു കൂടി ചേർന്നിട്ട് ഈ ബില്ല് 2/3 ഓഫ് ദി പ്രസന്റ് ആൻഡ് വോട്ടിങ്ങും ഹാഫ് ഓഫ് ദി ടോട്ടൽ സ്ട്രെങ്തും പറ്റില്ല. സെപ്പറേറ്റ് ആയിട്ട് രാജ്യസഭയും ലോക്സഭയും ഇത് പാസ്സാക്കണം. സോ ദർ ഇസ് നോ ജോയിന്റ് സിറ്റിംഗ്.
Then the thing is that either house of the parliament, so there is no provision for joint sitting. എന്തുകൊണ്ട് joint sitting ഇല്ലാത്ത? joint sitting പ്രൊവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മിക്കവാറും ഗവൺമെന്റിനെ സംബന്ധിച്ച് ലോക്സഭയിൽ ഇത് പാസ്സാക്കാൻ ഈസി ആയിരിക്കും. രാജ്യസഭ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ബേസിലുള്ള നോമിനീസ് വരുന്നത് കൊണ്ട് എന്ത് പറ്റില്ല, ഈസി ആയിട്ട് പാസ്സാക്കാൻ പറ്റില്ല. സോ അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് പ്രൊസീജിയർ വളരെ ഈസി ആയിട്ട് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അവർക്ക് കൊടുക്കാത്തത്. ഓക്കെ, ദ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് if the bill seeks to amend the provisions of the constitution, it must be ratified by the legislature. That means the thing is that if it is a matter which is affecting the federal structure, if it is affecting the federal structure of the constitution, it is affecting the federal structure of the constitution, that means which is affecting the center and state relationship, in that particular case എന്താണ് അതെന്ന് പറയുന്നത് ഹാഫ് ഓഫ് ദി ടോട്ടൽ. ഫോർ എക്സാമ്പിൾ നമുക്ക് 10 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ ഉണ്ടെങ്കിൽ 10 എണ്ണത്തിനകത്ത് 5 സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികൾ ഹാഫ് ഓഫ് ദി പ്രസന്റ് ആൻഡ് വോട്ടിംഗ് ലീവ് ബില്ല് പാസ്സാക്കണം. അതിന് ടൈം ലിമിറ്റ് ഇല്ല. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇത് രണ്ടും പാസ്സാക്കി കഴിയുമ്പോൾ it will be given for the president for the assent. President of India assent വേണ്ടി ഒപ്പിടാൻ വേണ്ടി സമർപ്പിക്കുന്നു. Then the thing is that the president must give assent to the bill. He can neither withhold the bill or nor return the bill for reconsideration. അതായത് ഈ പർട്ടിക്കുലർ ബിൽ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് പാർലമെന്റ് പാസ്സാക്കി കഴിഞ്ഞാൽ ആ പാർലമെന്റിൽ ലൈക്ക് പാർലമെന്റ് അയച്ച ബിൽ എന്ന് പറയുന്ന കയ്യിൽ കീപ്പ് ചെയ്തുകൊണ്ട് അബ്സല്യൂട്ട് വീറ്റോ, ദാറ്റ് മീൻ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്യാൻ അബ്സല്യൂട്ട് വീറ്റോയോ സസ്പെൻസീവ് വീറ്റോയോ പോക്കറ്റ് വീറ്റോയോ ഈ വീറ്റോകൾ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടാവില്ല. ഹി ഹാസ് ടു സൈൻ, അദ്ദേഹം അതിൽ ഒപ്പിട്ടേ പറ്റുള്ളൂ. സോ അപ്പം അത്ര ഒപ്പിട്ടേ പറ്റുള്ളൂ. ഇതാണ് ഇതിനകത്ത് പറഞ്ഞത്. അപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബില്ലെന്ന് പറയുന്നത് രാജ്യസഭയിലോ ലോക്സഭയിലോ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. രാജ്യസഭയിൽ ലോക്സഭയിൽ സെപ്പറേറ്റ് ആയിട്ട് ഈ ബില്ല് പാസ്സാക്കണം. സെപ്പറേറ്റ് ആയി ബില്ല് പാസ്സാക്കിയതിനു ശേഷം പ്രസിഡന്റിന് കൊടുക്കുന്നു. പ്രസിഡന്റ് ഇതിനകത്ത് ഒപ്പിട്ട് തന്നെ പറ്റുള്ളൂ. ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഷോർട്ട് ആയി. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റുകൾ നോക്കാം. 100th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. അത് ഇമ്പോർട്ടന്റ് ആവുന്ന വേറെ റീസൺ കൊണ്ടല്ല, 100 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 100th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് എന്തിനെ പറ്റി പറയുന്നു? ദ ലാൻഡ് ബൗണ്ടറി എഗ്രിമെന്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. നമുക്കറിയാം ഇന്ത്യ ബംഗ്ലാദേശ് ബൗണ്ടറിയിൽ വളരെ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് വെരി ഇങ്ങനെ പോകുന്ന ബൗണ്ടറിയാണ്. അപ്പോൾ ബൗണ്ടറിയിൽ സം സോർട്ട് ഓഫ് ലാൻഡ് വാസ് ബീൻ ട്രാൻസ്ഫേർഡ് ടു ബംഗ്ലാദേശ്, സം സോർട്ട് ഓഫ് ഗിവൺ ടു ഇന്ത്യ. ആ ഒരു എഗ്രിമെന്റ് നടന്നത് 100th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 2015. ഏറ്റവും ഇമ്പോർട്ടന്റ് GST Act which has been passed in by 101th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. 102th എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ഫോർ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസസ്. എവിടെയാണ്? ആർട്ടിക്കിൾ 338B. നമുക്ക് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്. എവിടെ? ആർട്ടിക്കിൾ 338. To scheduled tribe 338A. This is for scheduled caste, scheduled tribe. For the backward classes this is article 338B. 103 എന്ന് പറയുന്നത് the 10% reservation for economically weaker section. 50% ടോട്ടൽ റിസർവേഷൻ ഉണ്ടായിരുന്നത് അതിപ്പോൾ 10% റിസർവേഷനോടെ വന്നിട്ട് 60% റിസർവേഷൻ സീറ്റുകൾ വരുന്നുണ്ട്. Then 104 the extension of reservation of seat for scheduled caste and scheduled tribe in Lok Sabha and State Legislative Assembly. ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലികളിലും ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും സീറ്റുകൾ റിസർവ് ചെയ്ത് 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ്. ഈ 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അനുസരിച്ചിട്ടാണ് എന്ത് റിമൂവ് ചെയ്തത്? ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ. ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷൻ റിമൂവ് ചെയ്യുന്നതും ഈ പറയപ്പെടുന്ന 104th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വെച്ചിട്ടാണ് ആംഗ്ലോ ഇന്ത്യൻ റിസർവേഷനെ അവർ റിമൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. 105th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. 105th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ടിൽ സംഭവിച്ചത് it is re-established the authority of the state government to recognize the socially and educationally backward classes. Socially and educationally backward classes-നെ recognize ചെയ്യാനായിട്ടുള്ള പവർ സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുത്തു. ആ പവർ നേരത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തിരുന്നു. ആ സ്റ്റേറ്റ് ഗവൺമെന്റിന് സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സസിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് തിരിച്ചു കൊടുത്തു. ദാറ്റ് ഈസ് ദി 105th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട്. ആയിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ലെക്ചറിനകത്ത് നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, സ്പെഷ്യൽ മജോറിറ്റി എന്താണ്, ഏതൊക്കെ ബില്ലാണ് ഇതിനകത്ത് വരുന്നത്, സെക്കൻഡിനകത്ത് പ്രൊസീജിയർ ഫോർ അമെൻഡിങ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ,
സ്പെഷ്യൽ മജോറിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് അല്ലാതെ വേറെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഈ വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ ഇറ്റ് വാസ് എ ഡീറ്റെയിൽ ലെക്ചർ എന്തിനെ പറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടിനെ പറ്റി. ഓൾമോസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ടുമായിട്ട് വരുന്ന ഏത് ക്വസ്റ്റ്യൻസും നമുക്ക് ഇതിൽ നിന്ന് എഴുതാനായിട്ട് പറ്റും.